3:56 കേട്ടോ എൻ്റെ ഇത് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇത് കുറച്ച് നേരത്തെ എഴുന്നേറ്റിട്ടുണ്ട്, കാരണം ഉമ്മക്ക് നോമ്പുണ്ടായിരുന്നു ഇന്നലെയൊക്കെ. അപ്പോൾ ഉമ്മക്ക് ഭയങ്കര ക്ഷീണമുണ്ട്. അപ്പോൾ ഞാൻ കുറച്ച് നേരത്തെ എഴുന്നേറ്റിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എനിവേ വെൽക്കം ബാക്ക് ടു ചാനൽ. ആദ്യമായിട്ട് എൻ്റെ ചാനൽ കാണണമെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കാണട്ടോ. അപ്പോൾ ഇത് വരട്ട് ഓൾ. അപ്പോൾ നമ്മൾ ഇത് തുടങ്ങുന്നത് നമ്മൾ ഉമ്മാൻ്റെ ബിരിയാണിയിലാണ് കേട്ടോ. ഉമ്മാൻ്റെ ബിരിയാണി എന്ന് വെച്ചാൽ ഒരു ഒന്നൊന്നര ബിരിയാണിയാണ്. അതെന്ത് വിശേഷം ഉണ്ടെങ്കിലും നമ്മുടെ മസ്റ്റായിട്ടും ഉമ്മാൻ്റെ ബിരിയാണി ഉണ്ടാവും. ബിരിയാണി ഇല്ലാതെ എന്താഘോഷം അല്ലേ. അപ്പോൾ ഞാൻ അതിനുള്ള പ്രിപ്പറേഷനൊക്കെ ചെയ്യുകയാണ് കേട്ടോ. സവാള, തക്കാളി ഇതൊക്കെ കട്ട് ചെയ്യൊക്കെയാണ് ഫസ്റ്റ് പാടിന് ഞാൻ അതൊക്കെ ചെയ്തത്. പിന്നെ ചാടിക്കാതെ എന്തോ പോലെ അപ്പോൾ ചാടിച്ച് പിന്നെ നമ്മളത് മാവാട്ടോ പഴംപൊരിക്കുള്ളത്. ഇവിടെ എല്ലാ വർഷവും നമ്മൾ അട ഉണ്ടാക്കാറ്, പക്ഷേ ഈ വർഷവും പഴംപൊരി ഉണ്ടാക്കാൻ വിചാരിച്ചു. വേറെ ആരുമില്ല, ഞാനും ഉമ്മയും മാത്രമേ ഉള്ളൂ. പിന്നെ ബേബിയുണ്ട്, എബുണ്ട്, വേറെ ആരുമില്ല ഇവിടെ. അപ്പോൾ പക്ഷേ ഫുഡൊക്കെ ഉണ്ടാക്കാണ്ടിരിക്കാനും പറ്റില്ല, ഇരുന്നാളൊക്കെ അല്ല, പിന്നെ ആരെങ്കിലുമൊക്കെ ആയിട്ട് വരും. അപ്പോൾ ഇതാ ടൈപ്പുണ്ട് ഡ്രസ്സ്. ഇതെങ്ങനെയുണ്ട്, ഈ യെല്ലോ ഷർട്ടാണ് എടുത്തത്, പിന്നെ ഒരു ബ്ലാക്ക് ജീൻസ്. ഈദ് മുബാറക്ക് പറഞ്ഞ എല്ലാവർക്കും ഈദ് മുബാറക്ക്. ഈദ് മുബാറക്ക് പറഞ്ഞ അപ്പം ബേബി പള്ളിയിൽ നിന്ന് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ആള് പുറത്ത് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാണ്. അപ്പം നമ്മൾ ഫുഡ് കഴിച്ചിട്ട് പോകാമെന്ന് വിചാരിച്ച്. അപ്പോൾ നമ്മൾ ബേബി വരുമ്പോഴേക്ക് ഫുഡ് കഴിക്കലും റെഡി ആവലൊക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ആളിവിടെ നിന്ന് കളിക്കുന്നുണ്ട്. ആൾക്ക് എങ്ങോട്ടെങ്കിലും പോകണം, ഡ്രസ്സ് മാറ്റി അപ്പം എങ്ങോട്ടേലേക്ക് പോകണം. അപ്പോൾ എങ്ങോട്ടും പോകാൻ പ്രത്യേകം പ്ലാനൊന്നുമില്ല, എന്നാലും സിസ്റ്ററിൻ്റെ വീട്ടിലേക്ക് പോകണമെന്നുണ്ട്. അപ്പോൾ ഫുഡ് കഴിച്ച് തന്നെ മസ്റ്റായിട്ടൊരു ഉറക്കമുണ്ടല്ലോ, പക്ഷെ ആ ഉറക്കം വരുന്ന മുന്നേ തന്നെ പോകാമെന്ന് വിചാരിക്കുന്നുണ്ടോ. പിന്നെ താത്തും കുട്ടികളും കാക്കൊക്കെ ഇങ്ങോട്ട് വരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അവർ കഴിഞ്ഞ വർഷം ഇവിടെയായിരുന്നു പെരുന്നാൾ ആഘോഷിച്ചത്, ഫുഡൊക്കെ ഇവിടെ തന്നെയായിരുന്നു. പക്ഷെ ഇപ്രാവശ്യം അവർ വിചാരിച്ചു അവരുടെ വീട്ടിൽ നിന്ന് ഫുഡ് കഴിച്ചിട്ട് വരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അവർ വരുമ്പോഴേക്കും പോയി ഇങ്ങോട്ട് വരണമെന്ന് വിചാരിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ വേഗം ഫുഡ് കഴിച്ചിട്ടോ. ഇതാണ് ബിരിയാണി, ഒട്ടുപൊളി രസമായിരുന്നു. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഞാനും ബേബിയും ഐബും ആണ് പോണത്. പിന്നെ താത്താൻ്റെ മോളും മോനുണ്ട്. അപ്പോൾ അവരവിടുന്ന് പിക്ക് ചെയ്തിട്ട് വേണം പോകാൻ. അപ്പോൾ ആൾ ഭയങ്കരമായിട്ട് ഹാപ്പിയാണ്. ആൾക്ക് വണ്ടി പോകണമൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഫ്രണ്ട് കയറാൻ നോക്കിയപ്പോൾ അവിടെ അപ്പോൾ സമ്മതിച്ചിട്ടില്ല ഡ്രൈവിംഗ് സീറ്റിലിരിക്കാൻ. അപ്പോൾ ഇവിടെ ഫ്രണ്ട് സീറ്റിൽ തന്നെ കയറുന്നുണ്ട്. പിന്നെ ആൾ മുന്നേ കയറുന്നുണ്ട്, ചാടി കയറുന്നുണ്ട് ആൾ. അപ്പോൾ നമ്മളങ്ങോട്ട് പോവാണ്. ഇവിടെ അടുത്ത് തന്നെയാണ് വീട് വരുന്നത്. അപ്പോൾ ആളെ കുറച്ച് ദിവസം ഇങ്ങോട്ടൊക്കെ വന്നിട്ട് അപ്പോൾ നമ്മളൊന്ന് പോകാൻ വിചാരിച്ചു. ആകെ ഒരു പെങ്ങളാണ്, എൻ്റെ ഒരേ ഒരു നാത്തൂനാണ്. അപ്പോൾ നമ്മളങ്ങോട്ട് പോകാൻ കേട്ടോ. ചിലപ്പോൾ നിങ്ങൾക്ക് കൺഫ്യൂഷൻ ഉണ്ടാവും, താത്താൻ്റെ വീട്ടിലേക്ക് എന്തിനാണ് പോകുന്നത്, താത്ത വീട്ടിലേക്ക് വരുന്നുണ്ടല്ലോ എന്ന്. ഞാൻ പോകുന്നത് എൻ്റെ നാത്തോൻ്റെ വീട്ടിലേക്കാണ് കേട്ടോ. എൻ്റെ വീട്ടിലേക്ക് എൻ്റെ ബേബിൻ്റെ ബ്രദറും വൈഫും കുട്ടികളൊക്കെയാണ്. അപ്പോൾ ആ കൺഫ്യൂഷൻ വേണ്ട കേട്ടോ. അപ്പം മോന് ഭയങ്കരമായിട്ട് കൊപ്രായൊക്കെ കാണിക്കുന്നു കേട്ടോ ക്യാമറ കണ്ടിട്ട്. എനിക്ക് ക്യാമറ കാണുന്നത്, വീഡിയോ എടുക്കുന്നത് ഭയങ്കര ഇഷ്ടമുള്ള ആളാണ് കേട്ടോ. നമ്മളെ ഇതെന്ന് പറയുമ്പോൾ അത്ര വലിയ ആഘോഷങ്ങളൊന്നും അല്ല കേട്ടോ. വീട്ടിലെല്ലാവരും ഒത്തുകൂടി ഇരിക്കും, ഉറങ്ങും, മസ്റ്റായിട്ടും ഉറങ്ങും. അതുതന്നെയാണ് ഇത്. പിന്നെ ഫുഡും അല്ല. ഇപ്പോഴാണെങ്കിൽ നമ്മൾ വീട്ടിൽ ഒറ്റയ്ക്കാണ്, ഞാനും ബേബി, ഉമ്മയും ഐബോ മാത്രമേ ഉള്ളൂ. ഒരു ബ്രദറും വൈഫും കുട്ടികളൊക്കെ അബ്രോഡാണ്. ഒരാൾ സെപ്പറേറ്റ് വീടെടുത്ത് പോയിട്ടുണ്ട്. അപ്പോൾ അവർ വീട്ടിലേക്ക് വരാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതൊരു സന്തോഷം, ഒരു സമാധാനം, ആളുണ്ടാവുമല്ലോ എന്ന്. അപ്പോൾ വേറെ പ്രത്യേകിച്ച് പരിപാടിയും കാര്യങ്ങളൊന്നുമില്ല. എല്ലാ ഇതും ഇങ്ങനെ തന്നെയാണ്, വീട്ടിൽ ഒത്തുകൂടും എല്ലാവരും കൂടി. അതൊക്കെ തന്നെയാണ് നമ്മളെ ഇത്, വേറെ ഒന്നുമില്ല. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ നമ്മളെ ഇതിൻ്റെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ. അപ്പോൾ നിങ്ങളൊക്കെ എങ്ങനെയാണ് ഇതൊക്കെ സെലിബ്രേറ്റ് ചെയ്തത്? എല്ലാവരും ഹാപ്പി ആയിട്ട് സെലിബ്രേറ്റ് ചെയ്തില്ലേ? സെറ്റല്ലേ? അപ്പോൾ ഇതൊക്കെ ഉള്ളൂ. അപ്പോൾ ഓക്കെ, അപ്പോൾ ബൈ.